നമ്മൾ ഫോണിൽ ഒരുപാട് ടൂളുകൾ ഉപയോഗിക്കും. പല ടൂൾസും ഉപയോഗിക്കണമെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രാ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടി വരും. ചില ടൂൾസുകളൊക്കെ നമ്മളെ ഫോണിൽ ഡീഫാൾട്ട് ആയിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് ആവശ്യമുള്ള ഒട്ടുമിക്ക ടൂൾസും ഒരൊറ്റ സ്ഥലത്ത് കിട്ടുന്ന ഒരു സംഭവം. അതായത് നമ്മൾ ചെറിയ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫോണ് നിത്യം ഉപയോഗിക്കുന്നേരം വളരെ ഉപകാരപ്പെടുന്ന പ്രധാനപ്പെട്ട ടൂളുകളെല്ലാം ഒരുത്തേര്. ഏതാണ്ട് 40ഓളം ടൂളുകൾ. അതിൽ നമുക്ക് QR കോഡ്, ബാർകോഡ് സ്കാനർ ഉണ്ട്. നമുക്ക് സ്വന്തമായിട്ടൊരു QR കോഡോ ബാർകോഡോ ഉണ്ടാക്കണേ അതുണ്ടാക്കാം. അങ്ങനത്തെ ഒരുപാട് ടൂളുകളുണ്ട്. എന്തൊക്കെയാണ് ഇതിലുള്ളത്, എങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ, നമ്മളിതൊന്ന് തുറന്നു നോക്കുക. ഇതിന് നമ്മൾ ഓൾ ടൂൾസ് എന്ന് പറയുന്ന ഒരു ചെറിയ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. ഈ ചെറിയ ആപ്ലിക്കേഷൻ്റെ വലിയ ഉപകാരം എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ടൊന്ന് ഓപ്പൺ ചെയ്താൽ ഇവിടെ ഇങ്ങനൊരു സംഭവം കാണും. നെക്സ്റ്റ് കൊടുക്കുക, ഗോട്ട് ഇറ്റ്. ഇതൊക്കെ ടൂളുകളാണ്, നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൽ മേലെ തന്നെ ഉള്ളത് ഫ്ലാഷ് ലൈറ്റ്, ടോർച്ച്. ഈ ടോർച്ച് ഞെക്കിയാലൊരു ഗുണം കേട്ടോ. ടോർച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഡിസ്പ്ലേയിലുള്ള ആ ടോർച്ച് കൂടി കിട്ടും. നോക്കിയേ, കണ്ടാ. ഇതിലും നമുക്ക് കളർ ചേഞ്ച്, ഇപ്പം ഏത് കളറിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ കളർ കൊടുക്കാം. പിന്നെ ബ്ലാങ്ക് ക്യാം, അതായത് നമ്മളെ ക്യാമറ നമുക്ക് ഓപ്പൺ ചെയ്ത് വീഡിയോ എടുക്കാം. പക്ഷേ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ ബ്ലാങ്ക് ആയിരിക്കും, കാണുകയില്ല, അത് റെക്കോർഡ് ആകുന്നുണ്ടാവും. അതുപോലെയുള്ള ഒരുപാട് ടൂളുകൾ എല്ലാം പറഞ്ഞു തരണമെങ്കിൽ കുറേ ടൈം ആവും. ഫയൽ ട്രാൻസ്ഫർ ചെയ്യുക, അതായത് മറ്റ് ഫോണിലേക്ക് PC യിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. CCTV ആയിട്ട് നമ്മളെ ഫോൺ ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മറ്റ് ഡിവൈസ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ബാർകോഡ് QR കോഡൊക്കെ സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ജനറേറ്റ് QR കോഡ് ബാർകോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ കൂടെ നമുക്ക് നമ്മളെ സ്വന്തമായിട്ടുള്ള QR കോഡ് അല്ലെങ്കിൽ ബാർകോഡ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരിക, ഒരു QR കോഡ് ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് QR കോഡിൽ എന്താണോ ടെസ്റ്റ് വേണ്ടത് ഇവിടെ എഴുതി കൊടുക്കുക. ഫയൽ എന്തെങ്കിലും ഫോട്ടോ ഒക്കെ വേണമെങ്കിൽ ഓപ്പൺ ഫ്രം ഫോൾഡർ എന്നുള്ള ഇതിൽ കൂടെ നമുക്ക് ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഞാൻ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. മുത്തൂസ് മെപ്പയൂർ എന്ന് എഴുതി ഒരു ഫോൺ നമ്പറും അവിടെ കൊടുക്കട്ടെ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരിക, ഒരു നമ്പറാണ് ഇട്ടാൽ ഫോൺ നമ്പറിന് പകരം. അതിന് ശേഷം നമുക്ക് ജനറേറ്റ് കൊടുക്കാം. ജനറേറ്റ് കൊടുത്താൽ ഒരു QR കോഡ് ഇവിടെ വന്ന്. ഇനി ഇതൊന്ന് സ്കാൻ ചെയ്ത് നോക്കുക. വേറൊരു ഫോൺ എടുത്തിട്ട് വേറൊരു ഫോണിൽ ഞാൻ ഗൂഗിൾ ലെൻസ് കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കട്ടെ. ക്യാമറ ഓപ്പൺ ചെയ്ത് ആ QR കോഡിന് നേരെ ഒന്ന് പിടിച്ചു കൊടുക്കട്ടെ. കേട്ടോ, സ്കാൻ ചെയ്തേരെ അവിടെ താഴെ റിസൾട്ട് വന്ന കേട്ടോ, മുത്തൂസ് മെപ്പയൂർ, ഞാൻ അടിച്ച നമ്പറും. ഇതുപോലെ നമുക്ക് നമ്മളതായിട്ടുള്ള QR കോഡ് ഉണ്ടാക്കിയെടുക്കാം, ബാർകോഡ് ഉണ്ടാക്കിയെടുക്കാം. ബാക്ക് അടിക്കട്ടെ. അതുപോലെ ഇതിലുള്ള ഓരോ സംഭവങ്ങളും നമ്മളെ ഡിവൈസിൻ്റെ ഇൻഫോ അറിയാം. കാൽക്കുലേറ്ററൊക്കെ വേറെ തന്നെ ഉപയോഗിക്കാം. ഒരുവിധം ടൂളുകളൊക്കെ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള ഒരുവിധം ടൂളുകളൊക്കെ ഈ ഒരൊറ്റ ആപ്ലിക്കേഷനിലുണ്ട്. വളരെ ഉപകാരപ്പെടുന്ന, നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ടൂളുകൾ. ആവശ്യക്കാർ ഉപയോഗിക്കുന്ന അഭിപ്രായം അറിയിക്കട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലൈക്കും കൊടുത്തേക്ക്. അപ്പോൾ നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.